ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ ഈ കാണുന്നത് നോർമൽ സേമിയ പായസം അല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ഓണത്തിന് പായസം ഉണ്ടാക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ? ഈ ഓണത്തിന് ഒരു ദിവസമെങ്കിലും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വെള്ളം പോലെ ആവാതെയും കട്ട പിടിക്കാതെയൊക്കെ കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആവാനായിട്ട് നമ്മൾ ഇതിനകത്തൊരു സൂത്രപ്പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ ഈ പായസത്തിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിനു മുമ്പേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സ്പെഷ്യൽ ആയിട്ടുള്ള ഈ സേമിയ പായസത്തിന് നമുക്ക് വേണ്ട വേറൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ക്യാരറ്റ് ആണ്. ഏകദേശം 250 ഗ്രാം അളവിലാണ് നമ്മൾ ഇന്ന് ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. അതിന്റെ തോലൊക്കെ ചെത്തി നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഏകദേശം ഒരു 200 ഗ്രാം അളവിലാണ് പായസത്തിനായിട്ട് സേമിയ എടുത്തിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാറുള്ളത്. ക്യാരറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് പായസത്തിനായിട്ടുള്ള പാല് കൂടെ തിളപ്പിച്ചെടുക്കാം. പാത്രത്തിനകത്തേക്ക് ആദ്യം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ 1.5 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് 3 പാക്കറ്റ്. അടി പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ആദ്യം വെള്ളം ഒഴിച്ചത്. ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് വരുമല്ലോ. നമ്മളാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആദ്യം ക്യാരറ്റ് മാത്രമായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് പാലും നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് അരച്ചതിന് പാലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് വേവിച്ചെടുത്ത് അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ പായസം കഴിക്കുന്ന സമയത്ത് ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല കേട്ടോ. ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റും തന്നെ പായസത്തിനകത്ത് കാണില്ല. ക്യാരറ്റ് അരച്ചത് കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്തെടുത്ത സേമിയ കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ സേമിയ വറുത്തെടുത്തിരുന്നത്. സേമിയ ആവശ്യത്തിന് വെന്ത് പാലൊക്കെ കുറുകി നമ്മുടെ പായസത്തിന്റെ കറക്റ്റ് പരുവത്തിൽ വരുന്ന സമയത്താണ് നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തത് കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യാറുണ്ട്. കണ്ടില്ലേ, ക്യാരറ്റ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ലുക്കൊക്കെ മാറിയിട്ട് പായസത്തിന്റെ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താല് സംഭവം സെറ്റ്. പായസം അധികം കട്ടിയാവാതെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ചൂടാറുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പരുവത്തിൽ തന്നെ പായസം സെറ്റ് ആയിട്ട് വരുള്ളൂ. സേമിയ പായസം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. ഒരു രക്ഷമില്ലാത്ത അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.